ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജസ്ഥാൻ്റെ ജയ്സൽമേർ കോട്ടയ്ക്കുള്ളിലെ ജൈന ക്ഷേത്രത്തിൽ ഞാൻ കണ്ട വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യെല്ലോ സാൻഡൽ സ്റ്റോൺ കൊണ്ട് അത്യന്തം മനോഹരമായ ശില്പശൈലി, ഉയർന്ന ശിഖരങ്ങൾ, സൂക്ഷ്മ കൊത്തുപണികൾ എന്നിവയെല്ലാം തന്നെ ജയ്സൽമേർ ജൈന ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ്. കയറി ചെല്ലുന്ന പടി കടന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഫോസിൽ സ്റ്റോണാണ്. ഈ ഫോസിൽ സ്റ്റോണുകൾക്ക് നെഗറ്റീവ് ശക്തികളെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. രാജസ്ഥാനിലെ മരുപ്രദേശത്തിൻ്റെ നടുവിൽ സ്വർണ്ണം പോലെ തിളങ്ങുന്ന ഒരു അത്ഭുത നിർമ്മിതി, അതാണ് ജയ്സൽമേർ ജൈന ടെമ്പിൾ. ശില്പകല, ചരിത്രം, ആത്മീയം എല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വാസ്തുകലയിലൊന്നാണ്. 12ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ ഇവിടെ ജീവിച്ചിരുന്ന ജൈന വ്യാപാരികളാണ് ഇവ പണിതത്. ജയ്സൽമേർ പ്രാചീന കാലത്ത് വാണിജ്യപാതകളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നതുകൊണ്ട് ഇവിടെ ജൈനർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഈ സ്വാധീനത്തിൻ്റെ തെളിവാണ് ഈ ഭവന ശില്പങ്ങൾ. ക്ഷേത്രത്തിൻ്റെ അകത്തളത്തിൻ്റെ ഒത്ത നടുക്ക് ഒറ്റക്കല്ലിൽ തീർത്ത ഈ ശില്പങ്ങൾ എത്ര മനോഹരമാണ്. പില്ലറുകളിലെ സൂക്ഷ്മ ശില്പങ്ങൾ, മനുഷ്യമൃഗ ആകൃതികൾ, പുഷ്പാകൃതികളിലെ കൊത്തുപണികൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. എല്ലാം കൈകൊണ്ട് ചെയ്തതാണ്. യെല്ലോ സാൻഡ് സ്റ്റോൺസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജധാനി ദിൽവാര ജെയിൻ ടെമ്പിൾ ശൈലിയുടെ ഒരു മിശ്രിത രൂപമാണിവിടെ. ഭിത്തികളിൽ ജൈന പുരാണങ്ങളുടെ ദൃശ്യശില്പങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ജയ്സൽമേർ കോട്ടയ്ക്കുള്ളിൽ ആകെ 7 പ്രധാന ജൈവക്ഷേത്രങ്ങളുണ്ട്. പാർശ്വനാഥ ക്ഷേത്രം, ശീതളനാഥ ക്ഷേത്രം, ഭീഷ്മ ഭവദേവ് ക്ഷേത്രം, സംഭവനാഥ, കുന്തുനാഥ ക്ഷേത്രങ്ങൾ, ഇങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ ശില്പങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് ഒരു പുരാതന ലൈബ്രറിയുമുണ്ട്, ജൈൻ ബന്ദർ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാംലി മാനുസ്ക്രിപ്റ്റ്, പുരാതന ഗ്രന്ഥങ്ങൾ, ജൈന ചരിത്രരേഖകൾ എന്നിവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. രാവിലെ 8 മുതൽ 12 വരെ ഇവിടെ നമുക്ക് ദർശനമുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ വൈകുന്നേരവും ഇത് തുറക്കാറുണ്ട്. ഇതിനകത്ത് പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് 80 രൂപ അടയ്ക്കണം. ക്യാമറയോ മൊബൈലോ കയറ്റുന്നതിനായി ഒരു 50 രൂപ കൂടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ലെതർ ഐറ്റംസ് ഉൾപ്പെടെയുള്ള ഷൂസ് അതുപോലുള്ള സാധനങ്ങളെല്ലാം പുറത്ത് ഊരിയിടേണ്ടതാണ്. രാജസ്ഥാനി സാംസ്കാരികത മാനിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. ധാരാളം വിദേശികളും സ്വദേശികളുമെല്ലാം ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇവിടുത്തെ ശില്പകലയും അതിൻ്റെ ഭംഗിയും വാതോരാതെ പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പകർത്തിയെടുക്കുന്നത് കണ്ടു. ഓരോ ഇഞ്ച് സ്ഥലത്തും മനോഹരമായ സൃഷ്ടികൾ നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം ഒരു നിമിഷം പോലും ഉപയോഗിച്ചല്ല ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് തോന്നുന്നത്. എത്രയോ പാവം മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് കാണും. ഇന്ന് നമ്മൾ പോയി കാണുകയും അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടും പ്രയാസങ്ങളും എത്ര അളന്നാലും ഒരു കണക്കിലും ഒതുക്കാവുന്നതായിരിക്കില്ല. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏൽക്കുമ്പോൾ തനി തങ്കം പോലെയാണ് ഈ ക്ഷേത്രം തിളങ്ങി നിൽക്കുന്നത്. ഈ ജൈന ക്ഷേത്രങ്ങൾ ജയ്സൽമേർ കോട്ടയ്ക്കുള്ളിലെ ജൈൻ മന്ദിർ വാസ് എന്ന പ്രദേശത്താണ്. കോട്ടയുടെ പ്രധാന കേന്ദ്രമായ ദൂസറ ചൗക്ക് മുതൽ കുറച്ച് അടി നടന്ന് ഇവിടെ എത്താവുന്നതാണ്. കോട്ടയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിരനിരയായി ഉയർന്നു നിൽക്കുന്ന ശിഖരങ്ങൾ ഇവയുടെ ഒരു പ്രത്യേകതയാണ്.
ഞങ്ങൾ ഇതിനകത്ത് നിന്നുകൊണ്ട് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു, ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനായിട്ട്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്നും പോയി കാണാൻ സാധിക്കില്ലല്ലോ. മറിച്ച് നോക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി നമുക്ക് വരുമല്ലോ. വലിയ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ നമ്മൾ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെയെല്ലാം വന്ന് കാണാവുന്നതാണ്. ധാരാളം ആൾക്കാർ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട്, സ്ഥലങ്ങൾ കാണുന്നതിൽ വളരെയേറെ താല്പര്യമുള്ളവർ ധാരാളമുണ്ട്. യാത്ര ഒട്ടും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഈ ചെറിയ ജീവിതത്തിൽ ദൈവം സൃഷ്ടിച്ച ഓരോ സ്ഥലങ്ങളും പോയി കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവരുമുണ്ട്. ഇവിടെയൊക്കെ വന്ന് കാണാൻ വലിയ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ നടക്കും. അതിന് നമുക്ക് തന്നെ ഒരു സ്വപ്നം വേണം, കാണണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെ. സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാതെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഇനിയുമുണ്ടെന്നുള്ള ഓർമ്മയിൽ ആരോഗ്യമുള്ള കാലത്ത് ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. 2024-25 സാമ്പത്തിക വർഷം ഏകദേശം 23 കോടി ആൾക്കാരാണ് രാജസ്ഥാൻ സന്ദർശിച്ചതായിട്ടുള്ള ഏകദേശ കണക്ക്. 23-24 ഇന്ത്യയിൽ നിന്ന് തന്നെ 18 കോടിയോളം ആൾക്കാർ രാജസ്ഥാൻ സന്ദർശിക്കുകയും ഏകദേശം ഇത്രയും തന്നെ വിദേശികളും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. ധാരാളം യുവജനങ്ങൾ അടിപൊളിയായി ഇവിടെ വരികയും അടിച്ചു പൊളിച്ച് ചെലവാക്കി മടങ്ങുന്നതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതൊന്നും കാണാനും പഠിക്കാനും താല്പര്യമില്ലെങ്കിലും മക്കളുടെ ചെലവിൽ ഇവിടം വന്നിട്ട് പോയി എന്ന് പറയാൻ മാത്രമായി വന്ന് കാണുന്നവരും ധാരാളം ഇവിടെ കാണാവുന്നതാണ്. ഈ സ്വർണ്ണ പാതകളിലൂടെ നടക്കുമ്പോൾ ഈ ജൈന ക്ഷേത്രങ്ങളുടെ ശില്പങ്ങൾ നമ്മളെ 1000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകും. ഇത് തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സാംസ്കാരിക അത്ഭുതമാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.